ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. അതിൽ ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നോക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും തോന്നും, ഓ ഇത്രയും സിമ്പിൾ ആയിരുന്നോ ഇതെന്ന്. അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. ഏത് മൊബൈലിലാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെന്നെങ്കിൽ ആ മൊബൈൽ ആദ്യം തന്നെ ഗൂഗിൾ മീറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആദ്യം നമുക്ക് ഗൂഗിൾ മീറ്റ് എങ്ങനെയാണ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. പെട്ടെന്ന് പോയിട്ട് ആ മൊബൈലിൽ പ്ലേ സ്റ്റോർ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. അതിൽ ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ്. ഗൂഗിൾ മീറ്റ് എന്നുള്ള ആപ്പും വരും, അതിന്റെ കൂടെ ഇൻസ്റ്റാൾ എന്നുള്ളൊരു ബട്ടണും കാണാം. കണ്ടില്ലേ? ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. ഇൻസ്റ്റാളേഷൻ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ ഗൂഗിൾ മീറ്റ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആയി. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നമ്മൾ റെഡിയായി. ഇതൊക്കെ നേരത്തെ ചെയ്തു വെച്ചേക്കണേ. ഇനി എങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ കയറാമെന്ന് നോക്കാം. അതിന് ടീച്ചർ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. ഇതിപ്പോൾ ടീച്ചറിന്റെ ഇൻവിറ്റേഷൻ എങ്ങനെ കിട്ടും? ഒന്നും കൊണ്ടും പേടിക്കണ്ട. വാട്സപ്പ് അറിയാത്തവരാരുമില്ലല്ലോ. നമ്മളുടെ വാട്സപ്പിലേക്കായിരിക്കും ടീച്ചർ ഇൻവിറ്റേഷൻ അയക്കാം. അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ ആയിരിക്കും ടീച്ചർ സെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എങ്ങനെ ക്ലാസ്സിൽ കയറും? ഈ ഇൻവിറ്റേഷനിൽ ബ്ലൂ കളറിലൊരു ലിങ്ക് കണ്ടോ? ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മളുടെ വീഡിയോ കാണാൻ പറ്റും. അതിന്റെ താഴെ ആസ്ക് ടു ജോയിൻ എന്ന് കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ മേ ഐ കം ഇൻ മാം എന്ന് ചോദിച്ചിട്ട് ഡോറിന്റെ അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യില്ലേ? അതേപോലെ ഇവിടെയും കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ടീച്ചർ അഡ്മിറ്റ് ചെയ്തു. നമ്മൾ ക്ലാസ്സിലെത്തി. ഇതിപ്പോ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഈ മീറ്റിംഗിൽ ആകെ 2 പേരേ ഉള്ളൂ കേട്ടോ. ഈ മീറ്റിംഗിലെ പാർട്ടിസിപ്പൻസിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഓൺലൈൻ ക്ലാസ്സിലുള്ള എല്ലാവരുടെയും വീഡിയോസ് നമുക്ക് ഇവിടെ കാണാം. ഇനിയിപ്പോ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ സൈലന്റ് ആയിട്ട് ഇരുന്നാലല്ലേ ക്ലാസ്സിൽ ടീച്ചർ പറയണൊക്കെ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഇവിടെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒന്ന് ഓർത്തു വെച്ചോട്ടോ. ഇവിടെ ഒരു സ്പീക്കർ കണ്ടോ? അതിലങ്ങോട്ട് ക്ലിക്ക്. ഇപ്പൊ നമ്മൾ മ്യൂട്ടായി. ഇനി നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള സൗണ്ട് ഒന്നും തന്നെ ഓൺലൈൻ ക്ലാസ്സിന് ഡിസ്റ്റർബ് ആവില്ല. ഇനി ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് നിങ്ങളുടെ പേര് വിളിച്ചിട്ട് ടീച്ചർ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് ഈ സ്ക്രീനിൽ ഒന്നുകൂടെ ടച്ച് ചെയ്യുക. അപ്പോൾ ഈ സ്പീക്കറിന്റെ സിമ്പിൾ കാണാൻ പറ്റും. അതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺമ്യൂട്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചറിനോട് ആൻസർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വീണ്ടും മ്യൂട്ടാക്കി വെക്കാൻ ഓർക്കണേ. ക്ലാസ് കഴിയുന്നവരെ മ്യൂട്ടാക്കി തന്നെ വെച്ചാലേ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്യൂസ് ടീച്ചറിനോട് പറയണം എങ്കിൽ ഇവിടെ ചാറ്റ് കണ്ടോ? അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് ചോദിക്കാം. ഇതൊക്കെ മിസ്യൂസ് ചെയ്യാതിരിക്കാനും നോക്കണേ. ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരെണ്ണം കൂടെ ഉള്ളൂ. ഇവിടെ സൗണ്ടിന്റെ സിമ്പിൾ കണ്ടോ? നിങ്ങൾക്ക് ടീച്ചറിന്റെ സൗണ്ട് കേൾക്കാത്ത പ്രോബ്ലം എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ടോപ്പിൽ കാണുന്ന സ്പീക്കറിന്റെ സിമ്പിൾ ഒന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. അതിൽ ആ സ്പീക്കർ എന്നുള്ളതിന്റെ ഫ്രണ്ടിൽ കണ്ടോ ഒരു ടിക്ക് മാർക്ക്? അതുണ്ടോയെന്നൊന്ന് കൺഫേം ചെയ്യാം. പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ഇതിലൊന്നും ഒരു ചേഞ്ചും വരുത്തണ്ട കേട്ടോ. ഇനി ഈ ഓൺലൈൻ ക്ലാസ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? സാധാരണ നമ്മളൊരു ഫോൺ കോൾ കട്ട് ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. ഈ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരു ഫോണിന്റെ സിമ്പിൾ കണ്ടില്ലേ? അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്യാൽ മതി. ക്ലാസ് കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഓൺലൈൻ ക്ലാസ് എങ്ങനെ സൂം ആപ്ലിക്കേഷൻ വഴി അറ്റൻഡ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.